അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് തടഞ്ഞ US ഫെഡറൽ ജഡ്ജ്. ഉത്തരവ് ഭരണഘടനാ ലംഘനം എന്നാണ് വിമർശനം. രാജ്യത്താകമാനം നടപ്പാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, എന്താണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? ഏറെ ചർച്ചയായ ഒരു ഉത്തരവാണ്. അതിൽ കോടതി നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെ? മധു കൊട്ടാരക്കര. ശ്രീജിത്ത്, അമേരിക്കൻ മണ്ണിൽ ജനിച്ചതിന്റെ പേരിൽ മതിയായ രേഖകളില്ലാത്തവരും അല്ലെങ്കിൽ താൽക്കാലിക വിസയുള്ളവരുടെയും ഒക്കെ കുട്ടികൾക്ക് ലഭിക്കുന്ന അമേരിക്കൻ പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് US പ്രസിഡന്റ് ആദ്യ ദിനം തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് മെറിലാൻഡിലെ ഫെഡറൽ കോടതി രാജ്യവ്യാപകമായി തടഞ്ഞുകൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ സിയാറ്റിലെ ഒരു കോടതി പുറപ്പെടുവിച്ച ഒരു 14 ദിവസത്തെ നിരോധനമുണ്ടായിരുന്നു. ഈ ഉത്തരവിനേക്കാൾ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വിധി പ്രഖ്യാപിച്ച ജഡ്ജ് ഡെബ്ര എൽ ബോട്ട്മാനെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തത്. മിക്ക കേസുകളിലും ഈ കേസ് പരിഹരിക്കപ്പെടുന്നത് വരെയോ അല്ലെങ്കിൽ മേൽക്കോടതി അത് റദ്ദാക്കുന്നത് വരെയോ ഇത്തരം പ്രാഥമിക നിരോധനാജ്ഞ പ്രാബല്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. ട്രംപിന് ഈ ഒപ്പുവെച്ച ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതിക്ക് വിരുദ്ധമാണെന്നാണ് ജഡ്ജി പറയുന്നത്. 125 വർഷം പഴക്കമുള്ള സുപ്രീം കോടതിയുടെ ചില കീഴ്വഴക്കങ്ങളുണ്ട്, അതിനും വിരുദ്ധമാണ്. അമേരിക്കയുടെ 250 വർഷത്തെ ജനനം മൂലമുള്ള ഈ പൗരത്വം ലഭിക്കുന്ന ചരിത്രത്തിനും ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വിരുദ്ധമാണ് എന്ന് ഈ വിധിയിൽ പറയുന്നു. നിലവിൽ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇല്ലാത്ത 5 ഗർഭിണികളും അതുപോലെ ഈ കുടിയേറ്റക്കാർക്കായി പ്രവർത്തിക്കുന്ന 2 നോൺ പ്രോഫിറ്റ് സംഘടനകളുമാണ് ഈ കേസുമായി കോടതിയെ സമീപിച്ചത്. ശ്രീജിത്ത്, മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവാണ് ഇപ്പോൾ US ഫെഡറൽ കോടതി തടഞ്ഞിരിക്കുന്നത്.